ശ്രീ റജി ലൂക്കോസ് ഇതെല്ലാം ശുഭകരമായാണ് നടക്കുന്നത്. CPM-ൽ നിന്നും CPI-ൽ നിന്നും ഒക്കെ ആൾക്കാർ ഇങ്ങനെ മാറി കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കൂടുതൽ ശക്തിയായി മുമ്പോട്ട് പോകുന്നതിൻ്റെ സൂചനയാണ്. ഇതൊക്കെയാണ് ശ്രീകുമാർ നിരീക്ഷിക്കുന്നത്. അല്ല, ശ്രീകുമാർ സാറിന്റെ ഒരു നിരാശ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വരാം. കാരണം ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പില് ഇതുപോലുള്ള കൂട്ടയടിയാണെന്നുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ഇടിവെട്ടും ഭൂകമ്പമായിരിക്കും. ഒരു സംശയമില്ല കാര്യത്തില്ല. ഞാൻ ശ്രീകുമാർ സാർ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുക. സാർ ഒരു കാര്യം മറുപടി പറയണം. 2014 നിയമത്തെങ്ങനെയാ ഓരാജപോലെ ജയിക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുത്തത്? പിന്നെ ഹരിപ്പാട് രമേശ് ചെന്നിത്തല വിജയിപ്പിക്കാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. 16,000 വോട്ടാണ് നിങ്ങളുടെ അവിടെ നഷ്ടപ്പെട്ടത്. നിങ്ങൾ മറിച്ചു കൊടുത്തത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ അത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അന്ന് അക്കാലത്തൊക്കെ നിരവധി ചർച്ചകൾ നമ്മൾ ഒന്നിച്ചു പങ്കെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് നിയമത്തിൽ BJP ജയിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കാനുള്ള കുറ്റകരമായ തെറ്റ് ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം. രമേശ് ചെന്നിത്തല ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേ നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ കോഹ്ലി ആവർത്തിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മുഖ്യ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. മാധ്യമങ്ങൾ പുറത്തു കൊണ്ടല്ലാണ്ട് ഞാൻ അന്തരീക്ഷം എടുത്തല്ല. അദ്ദേഹം പറഞ്ഞെന്താ, BJP-യിൽ നിന്ന് നമുക്ക് പിന്തുണ നൽകാൻ പറ്റുന്ന എവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നേതൃത്വം ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് അവരോട് സംസാരിച്ച് അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കാം എന്ന് പറഞ്ഞയാള് PMA സലാമാണ്. സാർക്ക് മനസ്സിലാക്കണം. അദ്ദേഹം ആരാണ്? നിങ്ങളുടെ ഘടകകക്ഷിയുടെ ഏറ്റവും മുതിർന്ന നേതാവാ. അപ്പൊ അത് നിങ്ങളുടെ സംസ്ഥാന തലത്തിലുള്ള നീക്കമല്ലെങ്കിൽ പിന്നെ അയാൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അയാൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗിന്റെ നേതൃത്വവും കോൺഗ്രസും തമ്മിൽ ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതിലൂടെ BJP-യെ നിങ്ങളോടൊപ്പം ചേർത്ത് നിങ്ങൾ പലയിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുള്ള നാടകമല്ല നടത്തിക്കൊണ്ടിരിക്കണേ. അല്ലെ സാറ് നിഷേധിക്കേ, അല്ലെങ്കിൽ PMA സലാം നിഷേധിക്കേ. ആ ഓഡിയോ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? കേരളത്തിൽ CPM-നെ ദ്രോഹിക്കാനായിട്ട് നിങ്ങളുടെ ഏറ്റവും മുഖ്യ ശത്രുവായ നിങ്ങളെ ഇല്ലായ്മ എന്ന് പറയണം ആ പാർട്ടിയുടെ പിന്നെ ആ പാർട്ടിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന BJP-ആയിട്ട് നിങ്ങൾ ചേരാൻ ശ്രമിക്കുന്നു. അതല്ലേ മണക്കാട് സുരേഷിന്റെ രാജി സാറ് നിസ്സാരമായിട്ട് കാരണം അവിടെ സംഭവിച്ചെന്താ അറിയോ? അവിടെ നിങ്ങളൊരു ദുർബലനായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. CPM-ന്റെ സ്ഥാനാർത്ഥിയെ BJP-ക്ക് വേണ്ടി കളവൊരുക്കാനുണ്ട്. ശ്രീ റജി ലൂക്കോസ്, ഞാൻ പെട്ടെന്ന് തിരിച്ചെത്താം.